ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സൂപ്പാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഡിന്നറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൂപ്പാണിത്. രണ്ട് വണ്ടർ വെജിറ്റബിൾസ്, നമ്മുടെ ബ്രോക്കലിയും അതുപോലെ മഷ്റൂമും കൂട്ടിയിട്ടാണ് ഈ സൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിന്നർ ഉണ്ടാക്കിയെടുക്കാം. നല്ല ഫില്ലിംഗ് ആണ്, അതേസമയം ടേസ്റ്റിയാണ്. രണ്ട് വെജിറ്റബിൾസിനും അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ട് ചെയ്യാം, താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഇരട്ടിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഒരു ഇത്തിരി പടി ടേസ്റ്റ് മുന്നിൽ വെളിച്ചെണ്ണയ്ക്കുണ്ട്. അതിലും ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മൾ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അത് ചെറുതായി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 7-8 അല്ലി വെളുത്തുള്ളിയുടെ ഫ്ലേവർ നല്ലതാണ് ഈ ഒരു സൂപ്പിന്. അപ്പോൾ ഒരു 7-8 അല്ലി വലിയ അല്ലി വെളുത്തുള്ളിയാണ് അരിഞ്ഞത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതൊന്ന് ചെറുതായി വഴറ്റിയാൽ മതി, ബ്രൗൺ ആവാനൊന്നും നിൽക്കണ്ട. ചെറുതായി ഒന്നും പൊരിഞ്ഞ പച്ചമണം മാറിയ ഉടനെ തന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ആയിട്ടുള്ള പോർഷനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കുറച്ച് സവാളയുടെ ഒരു പകുതി സവാള ചേർത്താലും മതി കേട്ടോ. നോർമലായിട്ടുള്ള നമ്മുടെ സവാള ഇല്ലേ, അത് ചേർത്താലും മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും ബ്രൗൺ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ബ്രോക്കലി ആഡ് ചെയ്യാം. ഇത് ഒരു 8-9 ഫ്ലോററ്റ്സ്, ഒരു വലിയ പൂക്കളല്ലേ, അപ്പോൾ അതിങ്ങനെ അടർത്തിയെടുത്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് എടുത്തതാണ്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ചേർക്കുന്നത് മഷ്റൂമാണ്. ഒരു 7-8 മഷ്റൂം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടിനും ഏകദേശം സെയിം വേവാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അധികം നേരം ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒലിവ് ഓയിലിന് പകരം വെളിച്ചെണ്ണ, അതും അല്ലെങ്കിൽ ബട്ടറിലാണെങ്കിലും ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 8 മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2 സെർവിങ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 2 പേർക്ക് കഴിക്കാൻ പറ്റിയ വിധത്തിലുള്ള സൂപ്പാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഡിന്നറിനൊക്കെ എപ്പോഴും സാലഡൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഒരു ചേഞ്ച് ആയിരിക്കും ഇങ്ങനെ ഒരു സൂപ്പ്. പ്രത്യേകിച്ച് ഒരു തണുപ്പൊക്കെ തുടങ്ങി കഴിയുമ്പം ഇങ്ങനെ സൂപ്പ് കുടിക്കാൻ നല്ല ഫില്ലിംഗ് ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ വെജിറ്റബിൾസിൻ്റെ രണ്ടും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരു 3-4 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ രണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടും. കണ്ടില്ല, ആ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് മഷ്റൂമിൽ നിന്ന്. നന്നായി ഒന്ന് മിക്സ് ചെയ്യും. നിങ്ങൾക്ക് മഷ്റൂം ക്ലീൻ ചെയ്യണം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു വൈറ്റ് സോസിൽ ഉണ്ടാക്കുന്ന മഷ്റൂം, അതിനകത്ത് മഷ്റൂം ക്ലീൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുകയാണ്. കുറച്ചൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് സോയ സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഉപ്പ് തന്നെ മതിയാവും. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഓരോരുത്തർക്കും എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ആദ്യം കുറച്ച് സോയ സോസും കൂടെ ചേർക്കാനുണ്ട്. ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാൻ വേണമെങ്കിൽ ചെറിയൊരു ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതാവും. കുറച്ചൊരു ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ സോസും അതുപോലെ വേറെ തിക്കനിങ് ഏജൻസും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വളരെ പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ്. ഒരു 1.5 കപ്പ്, 250 ml കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നന്നായി തിളപ്പിച്ച് ആ പച്ചക്കറിയുടെയൊക്കെ സത്തി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പരുവത്തിന് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അത് രണ്ടും ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. ഇനി ഇതിന് ഫ്ലേവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മല്ലിയില ചേർത്താലും മതി. ഇഷ്ടമുള്ള ലീഫ് ചേർക്കാം കേട്ടോ. പാഴ്സ്ലി ചേർക്കാൻ വേണമെങ്കിൽ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഓണിയൻ തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒരു പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നില്ല കേട്ടോ. മറ്റേത് ഇതിന് വെള്ളം ചേർക്കാത്ത മുമ്പിലത്തെ സ്റ്റേജില്ലേ, അതുപോലെ എടുത്തിട്ടായാലും ഒരു സോട്ടീഡ് വെജിറ്റബിൾസ് അങ്ങനെ ഒരു രീതിയിലും കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ വെള്ളം കൂടി ഒഴിക്കുമ്പോൾ ആ ഒരു സൂപ്പി ടെക്സ്ചർ വരുമ്പോൾ കുറച്ച് ഫില്ലിംഗ് ആയിരിക്കും, നല്ലൊരു ടേസ്റ്റ് കാണും.
വേണമെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ ആരോ റൂട്ടിൻ്റെ പൗഡറോ ഒക്കെ ചേർത്തിട്ട് ചെറുതായി ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്താൽ ചെറിയൊരു തിക്നെസ് കിട്ടാനും അത് ഉപകരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് എടുക്കുന്നത്. സ്പ്രിംഗ് അണിയൻ്റെ ആ ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചു. അപ്പോഴേക്കും അത് ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പ് അങ്ങനെ റെഡിയായി. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല സിമ്പിൾ അല്ലേ? പക്ഷെ അത്ര തന്നെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഒന്ന് മുകളിൽ ഒന്ന് തൂകിയതിന് ശേഷം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ 2 സെർവിങ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം 2 പേർക്ക് നന്നായി വയറ് നിറയും. ആ ഒരു വെള്ളവും അത്യാവശ്യം വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. നല്ല ഒരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടെ കേട്ടോ, ഈ 2 വെജിറ്റബിളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ. മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. Till then, take care and bye bye. Thank you so much for watching.